ഇന്ന് ഞാനൊരു പുട്ടുണ്ടാക്കാൻ പോവാണേ. എൻ്റെ അച്ചിക്കുട്ടനെ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടാണേ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് ഒരു ബട്ടറിനകത്ത് എടുത്തിട്ട് നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ട് ചീകി എടുത്തിട്ട് ഒന്നെടുത്തില്ല, ഒരു ബീട്രൂട്ടിൻ്റെ കാൽഭാഗം. എന്നിട്ട് ആ ചോപ്പറിൽ വെച്ച് ചീകി എടുത്തിട്ട് ഈ ബട്ടർ ഈ സോസ് പാനിനകത്തോട്ടിട്ടിട്ട് അതിങ്ങനെ അതിൻ്റെ ആ വെള്ളം മൊത്തം ഇങ്ങനെ വരട്ടി പറ്റിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ട് കറക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ട് ഞാൻ അരിപ്പൊടി എടുത്തു. അതിനകത്തോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറേശ്ശെ നനച്ച് കൊടുത്തു. നമ്മുടെ പുട്ടിൻ്റെ ഫുള്ള് നമ്മൾ അങ്ങ് നനച്ചില്ല, കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നനച്ച് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളതിനെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കും. അതിൻ്റെ മണ്ടയ്ക്കായിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന വെള്ളമെല്ലാം പറ്റിച്ചെടുത്ത് വെച്ചേക്കുന്ന ആ ബീട്രൂട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കും. നന്നായിട്ട് കറക്കി വരുമ്പോഴത്തേനെ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് ഇതുമായിട്ട് മിക്സായി വരുവേ. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ കുക്കറിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടായിരിക്കുമല്ലോ പലരും ഇപ്പം ഇത് വേവിക്കുന്നത്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കും. അപ്പം വെള്ളത്തിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒന്ന് വെള്ളം പറ്റിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. വെള്ളം അധികമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പൊടിയായിട്ട് കിട്ടത്തില്ല കേട്ടോ, അങ്ങ് കുഴഞ്ഞു പോകും. എന്നിട്ട് പിന്നെ ഈ ചിരട്ടപ്പുട്ടിൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങായും ഇട്ടിട്ട് ഈ പുട്ടും കൂടെ വാരിയിട്ടിട്ട് നമ്മളിത് ആവിക്ക് വെച്ചെടുത്തു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രൻ അടിപൊളി ടേസ്റ്റായിരുന്നു. എൻ്റെ അലോണ ആദ്യമായിട്ട് കാണുകയാണ് ഇതുപോലെ. എന്നോട് പറഞ്ഞു, അമ്മ ഇന്ന് എന്നെ ചുമന്നിരിക്കുന്ന പുട്ടെന്ന്. ഞാൻ പറഞ്ഞു സ്കൂളിൽ കൊണ്ടുപോക്കൂ. അപ്പോൾ അവളും അതാണ് സ്കൂളിൽ കൊണ്ടുപോയത്. ഇതിൻ്റെ കൂടെ ഞാനൊരു സൈഡായിട്ട് ഞാൻ എൻ്റെ അച്ചുക്കുട്ടന് വേണ്ടിയിട്ട് ഈ മുട്ട ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കാതെയും കൊണ്ട് ഒന്ന് പൊരിച്ച് വെച്ച് അതും ഞാൻ പൊതിപ്പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തൊരു സൈഡ് പോലെ. അപ്പോൾ എന്നായാലും സൂപ്പർ പുട്ടായിരുന്നു. നമുക്ക് ഈ ബീട്രൂട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു വെറൈറ്റി പോലെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റുമാണ്. പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.